നമസ്കാരം. പറപ്പൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. എച്ച് പറപ്പൂർ ബ്രാഞ്ചിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനം 2013 ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബ്രാഞ്ച് ഓഫീസിന് സമീപമുള്ള വേദിയിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം MP ശ്രീ PK ബിജു ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും സൗജന്യ ആംബുലൻസ് സേവനം, അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം, വീൽ ചെയർ, വാട്ടർ ബെഡ് തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനകം തന്നെ പറപ്പൂർ നിവാസികളുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങിയ ആറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ ആമുഖ പ്രസംഗം നടത്തിയ ഫാദർ ഡേവിസ് ചിറമൽ പ്രശംസിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് AV കറപ്പക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി NP സരോജിനി സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. പേരാമംഗലം സബ് ഇൻസ്പെക്ടർ ശ്രീ KS സെൽവരാജ് ID കാർഡ് വിതരണം ചെയ്തു. ശ്രീ PD വിൻസെന്റ് മാസ്റ്റർ സ്വാഗതവും, ശ്രീമതി ശ്രീകല കുഞ്ഞുണ്ണി, ആനി ജോസ്, ശ്രീമതി ഷീന വിൽസൺ, ശ്രീ P മാധവൻ MLA, സജീവ് മാധവൻ കളത്തിപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിസ്വാർത്ഥമായ സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും നിറച്ചാർത്ത് ചാർത്തിക്കൊണ്ടാണ് ആക്സ് ഒരു വർഷം 130ഓളം അപകടങ്ങളിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മളൊരു കൈത്താങ്ങായി നിന്നു എന്ന് പറയുന്നതാണ്. ഒരു പൊതുപ്രവർത്തകനാകാൻ എന്നെ പോലുള്ള ഒരാളെ പ്രേരിപ്പിച്ചു തന്നെ ഇത്തരത്തിലുള്ള കാരുണ്യം നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ അനുഭവം മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സഞ്ചരിക്കുന്ന പുൽക്കൂട് ശ്രദ്ധേയമായി. എല്ലാ യൂണിറ്റുകളിലൂടെയും മുൻ നിശ്ചയിച്ച സമയങ്ങളിൽ കടന്നുപോയ സഞ്ചരിക്കുന്ന പുൽക്കൂട് ഓരോ യൂണിറ്റിലും പ്രവേശിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. പള്ളിയിൽ നിർമ്മിച്ച ക്രിസ്തുമസ് പുൽക്കൂട് ആയിരങ്ങൾ ദർശിച്ചു. മാതൃഭൂമിയും ചുങ്കത്ത് ജ്വല്ലറിയും സംയുക്തമായി സംഘടിപ്പിച്ച പുൽക്കൂട് മത്സരത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനം പറപ്പൂരിലെ 21 യൂണിറ്റിലെ CP ഡൊമിനിയും കുടുംബവും നിർമ്മിച്ചൊരുക്കിയ പുൽക്കൂടിനാണ് സമ്മാനം ലഭിച്ചത്. 2 മാസത്തോളം നീണ്ട അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഈ നേട്ടത്തിന് അർഹരാകാൻ ശ്രീ ഡൊമിനിയെയും കുടുംബത്തെയും സഹായിച്ചത്. 100 കണക്കിന് സന്ദർശകർ പുൽക്കൂട് കാണാനും ആസ്വദിക്കാനും എത്തിക്കൊണ്ടിരുന്നു. പറപ്പൂർ പള്ളി മാർക്കറ്റിൽ സമ്മർ ക്ലബ്ബ് ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായി. ശ്രീ സണ്ണി ആലപ്പാട്ടിൻ്റെ നേതൃത്വത്തിൽ ഇത് 3ാം വർഷമാണ് ഇവിടെ പുൽക്കൂട് നിർമ്മിക്കുന്നത്. സ്വരസിദ്ധമായ ശൈലിയിൽ അടുക്കും ചിട്ടയോടും കൂടി പുൽക്കൂടിനെ രൂപകൽപ്പന നടത്തുന്നതിൽ ശ്രീ സണ്ണിയുടെ കരവിരുത് ശ്ലാഘനീയവും അഭിനന്ദാർഹവുമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് ആസ്വാദകരാണ് ഇത് കാണാനെത്തുന്നത്. വിശ്വാസത്തിൻ്റെ പൈതൃകമായ ക്രിസ്തുമസും ഉണ്ണിയേശു പിറന്ന പുൽക്കൂടും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഒരു പ്രചോദനമാകേണ്ട ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ജനങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുന്നത് ഖേദകരവും വേദനാജനകവുമാണ്. സാമ്പത്തിക ഞെരുക്കത്തിലായ ക്ലബ്ബ് തുടർവർഷങ്ങളിൽ പുൽക്കൂട് നിർമ്മാണം നിർത്തിവെക്കാൻ ആലോചിച്ചു വരികയാണ്. പൂരകം ശ്രീ പതിയൂർക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം 2013 ഡിസംബർ 24 ചൊവ്വാഴ്ച അത്യാഘോഷപൂർവ്വം നടന്നു. ശ്രീ പതിയൂർക്കുളങ്ങര ഭഗവതിയുടെ സന്നിധിയിൽ വൃശ്ചികം 1 ആരംഭിച്ച കളമെഴുത്തുപാട്ടിൻ്റെ പര്യവസാനവും ഭഗവതിയുടെ ആണ്ടപിറന്നാൾ മഹോത്സവവും നടന്നു.
ശ്രീ പതിയൂർ കുളങ്ങര ഭഗവതിയെ സഹോദരിയായ ശ്രീ ചിറക്കൽ ഭഗവതി ആണ്ടിലൊരിക്കൽ ദർശിക്കാനെത്തുന്ന പുണ്യദിനം കൂടി ആയാണ് പൂരാഘോഷം ഐതിഹ്യം. ഉത്സവ ദിവസം ഭഗവതിക്കും ശ്രീ ഗണപതിക്കും ശ്രീ ഹനുമാൻ സ്വാമിക്കും പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. നാഗപ്രീതിക്കായി പ്രത്യേക പൂജകൾ സർപ്പക്കാവിലുണ്ടായിരുന്നു. പൂരം കഴിഞ്ഞ് 7-ാം ദിവസം 2013 ഡിസംബർ 31 നട തുറപ്പ്. തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ശുദ്ധികലശവും നടന്നു.